ഗൈസ്, ഞങ്ങളിപ്പോൾ കുണ്ടല ഡാമിൻ്റെ പരിസരം കഴിഞ്ഞ് ഇപ്പോൾ ടോപ്പ് സ്റ്റേഷൻ അടുക്കാറായെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ മാട്ടുപ്പെട്ടിയിൽ നിന്ന് ചെന്ന് അവിടെ നിന്ന് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കാന്തല്ലൂർ പോകാൻ. കാന്തല്ലൂർ എനിക്ക് അറിയാവുന്നുണ്ട്, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ കലവറയാണ് കാന്തല്ലൂർ. അപ്പം അവിടെ ചെന്ന് കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം, കാണണം. അതൊക്കെയാണ് പറ്റുമെങ്കിൽ 2 വീട്ടിൽ മുന്തിരിയൊക്കെ വാങ്ങിക്കണം. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. സോഞ്ചേട്ടൻ ഇവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് യൂട്യൂബിലെ വീഡിയോ. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി മൂന്നാറ് ട്രിപ്പ് പോയപ്പോഴാണ് എനിക്കൊരു ബോധം വെച്ചത്. അങ്ങനെ ആകുമ്പം യൂട്യൂബ് ചാനൽ ട്രാവലിങ്ങിൻ്റെ തുടങ്ങുവാണെങ്കിൽ നൈസായിട്ട് അതിൻ്റെ പേരിൽ കറങ്ങാൻ പോകാം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. കറങ്ങാൻ പോകാൻ എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അപ്പം അതൊക്കെയാണ്. നമ്മൾ കുറേ സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് ചിലവാക്കുകയും വേണ്ടേ. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനി കാണാൻ പറ്റുമോ, ഓണം ഉണ്ണണമെന്നാണല്ലോ പറയുന്നത്. അതുപോലെ നമുക്കുള്ളത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം. നമുക്ക് അങ്ങോട്ട് ചെന്നേ സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ. അല്ല സ്ഥലങ്ങളൊക്കെ നമ്മളെ കാണണമെന്നും പറഞ്ഞ് നമ്മുടെ വീടിന് കൊണ്ട് നമ്മൾ നിൽക്കത്തില്ല. അതെ, അപ്പം നമ്മൾ പോകണം. അപ്പം ശരി എന്നാൽ ഇനി അടുത്തൊരു ഭാഗമാകുമ്പോൾ ഞാൻ എടുക്കാം വീഡിയോ. എനിക്ക് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, ഇതെല്ലാം കൂടെ കുറച്ച് പാടാം. സോഞ്ചേട്ടൻ പിന്നെ ഇവിടെ ഇരുന്ന് വണ്ടി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. ഞാനാണപ്പോൾ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പം ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് മൂന്നാറ് ട്രിപ്പ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇതിലെ വരിക, ട്രിപ്പ് വരിക. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് ആരും ഇട്ടില്ലേലും ഇറങ്ങി കഴിഞ്ഞ് പോരാമല്ലോ. അപ്പം എന്നേക്ക് 2 മാസത്തിനുള്ളിൽ വണ്ടി ഓടിക്കാൻ പഠിച്ച് ലൈസൻസ് എടുത്ത് വരണം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് എനിക്കുള്ളത്. അപ്പം അത്യാവശ്യം നല്ല റോഡുകളൊക്കെയാണ്, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഒത്തിരി ഇപ്പം എന്ന് വെച്ചാൽ ടൂറിസ്റ്റൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല, ഒറ്റയ്ക്കാണെങ്കിലും വരാം. നമ്മൾ പെണ്ണുങ്ങളാണെന്നും പറഞ്ഞ് അടുക്കളയുടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കണം, അങ്ങനെ ഇരിക്കല്ലോ ഒരിക്കലും. അടുക്കള കയറണം, തിന്നാൻ വിശക്കുമ്പോൾ മാത്രം ഉണ്ടാക്കാൻ കയറുക. അല്ലാതെ എപ്പോഴും അടുക്കള കയറി ഇങ്ങനെ താമസിക്കണമെന്ന് നമ്മളങ്ങനെ ചെയ്യരുത്. അങ്ങനെ അപ്പം ഇവിടെ കരിക്കൊക്കെ വിൽക്കുന്നുണ്ട്, കുറേ സാധനങ്ങളൊക്കെ കടയിൽ അങ്ങനെ ഉണ്ട്. ഞാൻ യൂട്യൂബറാണെന്ന് കരുതി അവരിങ്ങനെ നോക്കുവാണ്. ഇപ്പം ഫേമസ് ആയി കഴിയുമ്പം പരിചയപ്പെടാനൊക്കെ ഒത്തിരി ആൾക്കാർ വരും. അതൊക്കെയാണ് എനിക്ക്. പക്ഷേ എൻ്റെ മുഖം ഇങ്ങനെ പബ്ലിസിറ്റി ഇഷ്ടമാണ്, പക്ഷേ എങ്കിലും ഒത്തിരി ഇങ്ങനെ ഈ മുഖം ഇങ്ങനെ കാണിക്കാൻ വലിയ താല്പര്യം. എന്നാൽ ശരി, എന്നാൽ മാട്ടുപ്പെട്ടിയിലെത്തി. എനിക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കുട്ടികൾക്ക് കൊടുക്കണം. എന്നാൽ ശരി എന്നാൽ.